നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹൃദയം തകർന്നിരിക്കുക പാവ മനുഷ്യൻ. മുത്തശ്ശന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം നമുക്ക് സാവധാനം പറഞ്ഞു മാറ്റാവുന്നതേ ഉള്ളൂ. അല്ലാതെ നീ കാണിച്ചതല്ല അതിനുള്ള പരിഹാരം. ഈ വീട്ടിലെല്ലാവർക്കും നിന്നെ വേണം മോളെ. അപകടവും വേദനയൊക്കെ ആയിട്ട് ഇവിടെ കഴിയുന്ന അലോകിന് നിന്നെ വേണ്ടേ? ഫൈനൽ സെമ്മിന്റെ പരീക്ഷ നടക്കുന്ന കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ടും ഇങ്ങോട്ട് വരാൻ കഴിയാതെ വീർപ്പ് മുട്ടി ബാംഗ്ലൂരിൽ നിൽക്കുന്ന നിന്റെ ജീവന്റെ പാതിയുണ്ടല്ലോ നിർമ്മൽ, അവന് നിന്റെ വേണ്ടേ? ഇതെല്ലാം ഉപേക്ഷിച്ച് നീ അങ്ങ് പോയാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം മോളെ. ഈ വീടിന്റെ ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയാ മോളെ നീ. അതുകൊണ്ട് നമ്മുടെ അമ്മയുടെ ഏറ്റവും നല്ല മകളായി എന്റെ പൊന്നനിയത്തി കുട്ടിയായി നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ചേച്ചി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? നിർമ്മലിന്റെ പരീക്ഷ കഴിഞ്ഞ് അവനും കുടുങ്ങിയെത്തിയ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ഒറ്റക്കെട്ടായി നിന്ന് അമ്മ എങ്ങനെയെങ്കിലും നമ്മൾ പുറത്തു കൊണ്ടുവരും. അതുവരെ വേറൊരു ദുശ്ചിന്തകളും ഇല്ലാതെ എന്റെ മോള് നല്ല കുട്ടിയായിട്ടിരിക്കണം. ഓക്കെ? ഇന്ന് നീ കേട്ടതും ചെയ്തതും ഒന്നും മനസ്സിൽ വെക്കണ്ട. ഒക്കെ ഒരു സ്വപ്നം പോലെ അങ്ങ് മറന്നു കളഞ്ഞേക്കണ്ട മോള്. വാ, എന്നാ പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം ഇന്നത്തെ ഡിന്നർ. ചെല്ല്. നീരജയുടെ കാര്യം കൂടി ഇങ്ങനെയായ ഞാൻ വലഞ്ഞു പോവും. അവളെ നീ നേർവഴിക്ക് നടത്തണേ കൃഷ്ണ. അവളെ കൊണ്ടിനി ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും ചിന്തിപ്പിക്കരുതേ ഭഗവാനെ. നിനക്ക് എന്തിനും ഏതിനും കൃത്യമായൊരു പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്നും മുൻകൂട്ടി കാണിച്ചു തന്നില്ലെങ്കിലും ഇനിയൊരു ചതിക്കുഴിയില് ആ കുഞ്ഞിനെ കൊണ്ട് പെടുത്തരുത്. ഇനി അപേക്ഷകൾ ഒരുപാടുണ്ട്. ആ ഭാണ്ഡം മുഴുവൻ കെട്ടഴിച്ച് നിന്റെ മുന്നിൽ ഇടുന്നില്ല ഞാൻ. പക്ഷെ 2 കാര്യങ്ങളും കൂടി പറയാതെ വയ്യ. നന്ദന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി അവൻ എനിക്ക് തിരികെ തരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയ്ക്ക് മനസ്സമാധാനവും ധൈര്യവും കൊടുക്കണ ഈശ്വരൻ.
എന്തോണം? സാറിനോടും സംസാരിക്കണമായിരുന്നു. സംസാരിക്കണം നേരമില്ല. സർ, ഉച്ച മുതലേ ഞാൻ സാറിനെ കാത്തിരിക്കുക. എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ടതോ? എന്താ അത്? സാറിന് പ്രയോജനപ്പെടും. വിവേകിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങളാ. ശരി, അകത്തേക്ക് വരൂ. ഇരിക്ക്. കൊലപാതകത്തെ പറ്റി തനിക്ക് എന്ത് വിവരമാണ് പറയാനുള്ളത്? ആ കേസിൽ അറസ്റ്റിലായ ഇപ്പോൾ റിമാൻഡിലായ നന്ദിത ആ കുറ്റം ചെയ്തിട്ടില്ല സാർ. അവർ അങ്ങേയറ്റം നിരപരാധിയാ. ഈ പറഞ്ഞത് സ്ഥാപിക്കാനുള്ള എന്ത് തെളിവാണ് തന്റെ കയ്യിലുള്ളത്? കുറ്റം ചെയ്തിട്ടുണ്ടോന്ന് അറിയാനല്ലേ സാറേ തെളിവുകൾ വേണ്ടത്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ തെളിവുകൾ വേണോ? ഓഹോ, അങ്ങനെയാണല്ലേ. വെറുതെ സമയം മെനക്കെടുത്താൻ വന്നിരിക്കുകയാണോ താൻ? അല്ല സാർ, ഇങ്ങനൊരു കൊല നടത്താൻ ആ സ്ത്രീക്ക് ഒരിക്കലും പറ്റില്ല. അവര് വളരെ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. ഇത് പറയാൻ വേണ്ടി തന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്? ഞാൻ സ്വയം തോന്നി വന്നതാണ് സാർ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അത് വേണമെങ്കിൽ തെളിവായിട്ട് സാറിനെടുക്കാം. വിവേക് ആ രാത്രി നന്ദിതയുടെ വീട്ടുമുറ്റത്ത് കുത്തേറ്റ് വീണത് ശരിയാണ്. ആ നേരത്ത് അവിടെ ചെന്ന് താനത് കണ്ടോ? ഞാൻ കണ്ടില്ല. എനിക്ക് അടുത്തറിയാവുന്ന ഒരാള് അത് കണ്ടിട്ടുണ്ട്. ആരാണ് അയാൾ? അയാൾ മലയാളിയല്ല, ബംഗാളിയാണ്. ആക്രി സാധനങ്ങൾ പറക്കിയും വാങ്ങിയും വിൽക്കുന്ന ഒരാളാണ്. കുത്തേറ്റ് വീണ് കിടന്ന വിവേക് നന്ദിത അകത്തേക്ക് പോയ തക്കത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. അയാൾ അത് കണ്ടതാ. എന്നിട്ട് ബാക്കി കഥ കൂടി കേക്കട്ടെ. വിവേക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയതിനു ശേഷം എന്താണ് ഉണ്ടായതെന്ന് അയാൾക്കറിയില്ല. പിന്നെ എല്ലാവരും അറിയുന്നത് അയാൾ കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കാണുമ്പോഴാണല്ലോ. സാർ, ദിയാന്നൊരു പെണ്ണുണ്ട്. പല ഇനം പരിപാടികളായിട്ട് നടക്കുന്നവളാ. ഒരു കൂട്ടം ആൾക്കാർ അവളുടെ കയ്യിലുണ്ട്. മുകളിലൊക്കെ വലിയ പിടിപാടുമുണ്ട്. ഉണ്ട്. അവളും അവളുടെ കൂട്ടുകാരൻ പ്രിൻസും കൂടെ ചേർന്ന് ഈ കേസിന്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ കാര്യം തനിക്കെങ്ങനെ അറിയാം? ദിയയുടെ ചില പ്രവൃത്തികൾക്ക് എനിക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രിൻസ് എന്ന് പറഞ്ഞവനോ? ഒരു ചിട്ടിക്കമ്പനി എന്തോ നടത്തുന്ന ഒരാളാ. ആള് അത്ര വെടുപ്പല്ല. എന്നിട്ട് സാറേ, വേറൊരു പ്രധാന കാര്യമുണ്ട്. പറഞ്ഞോട്ടെ? അതിനല്ലേ താൻ ഇവിടെ വന്നിരിക്കുന്നത്? SI സുഗുണപാല ദിയയുടെ വാലാട്ടിയാണ്. എന്ത് പറഞ്ഞാലും അയാൾ അനുസരിക്കും. എന്താവശ്യപ്പെട്ടാലും അത് ചെയ്തു കൊടുക്കും. അതിനെല്ലാം ദിയ ശമ്പളവും കൊടുക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഡീറ്റെയിൽസ് SI സുഗുണപാലിന് അറിയാം. തന്നെ പോലവരുണ്ടെങ്കിൽ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യമില്ലല്ലോ. തനിക്കിതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? അല്ല സാർ, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. താൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ. തന്നെ പോലൊരുത്തൻ കയറി വന്നൊരു കഥ പറഞ്ഞ അത് അപ്പാടെ അങ്ങോട്ട് വിഴുങ്ങാൻ പോലീസിനെ കിട്ടില്ല. പിന്നെ പോലീസിനെ പണി പഠിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. എന്ത്, എവിടെ, എങ്ങനെ ചെയ്യണമെന്ന് പോലീസിനറിയാം. മനസ്സിലായോ? പിന്നെ താൻ പറഞ്ഞതിൽ വല്ല കഴമ്പുണ്ടോന്ന് ഞാൻ പരിശോധിക്കും. കള്ളമാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ പിന്നെ താനായിരിക്കും ആ കേസിലെ പ്രതി. അത് ഓർമ്മ വെച്ചോ. ശരി സാർ. പേരും കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുത്തിട്ട് വയ്ക്കോ. ശരി സാറേ. നന്ദി സാറേ.